ഹലോ, അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ അവിടെയാണ് കേട്ടോ, പാലക്കാടാണ്. അപ്പം ഞങ്ങളൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്ന് കാണിച്ചു തരാം. ഗോകുവിന് മൂക്ക് കുത്താൻ വേണ്ടി വന്നോ കേട്ടോ. ഞാനും മൂക്ക് കുത്തി കേട്ടോ. ഓൾറെഡി ഞാൻ ഒരു സൈഡിൽ കുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും മൂക്ക് കുത്തി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വീടെത്തപ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ കാശിയുടെ ഓരോ അഭിനയങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ കാളവണ്ടി ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഈ കാളവണ്ടിയൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വടക്കഞ്ചേരിയിലുള്ള നമ്മുടെ മാമൻ്റെയും അമ്മായിയുടെയും കട. അപ്പോൾ ഓൾറെഡി നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം. നമ്മൾ പാലക്കാട് വന്ന് പോകുമ്പോൾ നമ്മളിവിടെ കയറാതെ പോവാറില്ല. അപ്പം ഞാനും ഒരു ചായയും കുടിച്ചു. ഞാൻ പിന്നെ എന്താ കഴിച്ച് സർബത്തും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവരോട് ബായൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ കാശിയുടെ ഓരോ വീണ്ടും അഭിനയങ്ങൾ കാണാം. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തലയിൽ കൈ വെച്ചിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോയാണ് എൻ്റെ മോൻ. അവർ ഞങ്ങളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങില്ല കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. അവർ നമ്മളുടെ അടുത്ത് സ്നേഹം കാണിക്കുമ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. സോ നമ്മളെ കൊണ്ടാവുന്നതൊക്കെ നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനിയും ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബർഗർ കഴിക്കാൻ തോന്നിയിട്ട് നമ്മൾ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിലുള്ള ബർഗർ ഹബ്ബിൽ നിന്ന് ബർഗർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗോകുന് 19 വർക്ക് ഉണ്ടായിരുന്നു. അവിടേക്ക് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് അഡ്വാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അഡ്വാൻസ് കൊണ്ട് നേരെ ഞാൻ ജ്വല്ലറിയിലേക്കാണ് പോയത്. അതും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി മൂക്ക് കുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു മൂക്കുത്തി ആദ്യം എടുത്തു. പിന്നെ ഗോകുവിന് ഒരു ഡയമണ്ട് സ്റ്റോണും എടുത്തു. ഇതാണ് കേട്ടോ അത്. പക്ഷേ ഇത് രണ്ടും ഞങ്ങൾ